ഗവൺമെന്റിൽ നിന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും കിട്ടുന്നുണ്ട്. എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്ത് മാത്രം കാര്യമില്ലല്ലോ, അതിൽ നമുക്ക് ആളുകളെ എത്തിച്ചേരാനുള്ള ഒന്നും കൂടെ പ്രൊമോഷൻസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ പേര് അൻസു ബിജു. ഞാൻ 2D മസാല ടീ പ്രസന്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ മസാല ടീയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലേഡീസിന്, പ്രത്യേകിച്ച് ലേഡീസിനെ എടുത്ത് പറയണം, ലേഡീസിന് പീരിയഡ്സ് പെയിനിൽ ഈ മസാല ടീ ഉപയോഗിച്ചാൽ പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുപോലെ പീരിയഡ്സിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ, അതായത് പീരിയഡ്സിൻ്റെ പെയിന്, ഇച്ചിങ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ പീരിയഡ്സ് കഴിഞ്ഞു പോകും. ഇത് ഉണ്ടാക്കാനായിട്ടും വളരെ എളുപ്പമാണ്. ഇതിൽ നിന്ന് ഒരു 1/4 സ്പൂൺ എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇടുക, ചൂടുവെള്ളം ഒഴിക്കുക, ആവശ്യമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. പീരിയഡ്സ് ആവുന്ന സമയത്ത് തന്നെ അതൊന്ന് യൂസ് ചെയ്യുക. പിന്നെ ഫ്ലാസ്കിലോ ഒക്കെ ചെറു ചൂടോടെ ഫ്ലാസ്കിൽ ഒഴിച്ച് കൊണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പെയിൻ വരുന്നതനുസരിച്ച് മസാല ടീ കുടിക്കാം. നമ്മളിപ്പോൾ സ്കൂളിലോ കോളേജിലോ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും മസാല ടീ നമുക്ക് യൂസ് ചെയ്യാം. പീരിയഡ്സിൻ്റെ പെയിൻ നിങ്ങൾ അറിയത്തില്ല. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്. തൈറോയിഡ് കൊണ്ട് അമിതവണ്ണം ഉള്ളവർ 2D മസാല ടീ ഉപയോഗിച്ച ശേഷം അരമണിക്കൂർ നടക്കുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക. ഒരു 3 മാസം കൊണ്ടൊക്കെ നോർമൽ വണ്ണത്തിലേക്ക് എത്തും. ഹെവി ഫുഡ് കഴിച്ചതിന് ശേഷം ഡൈജഷന് വേണ്ടിയിട്ടും ഒരു മസാല ടീ കുടിച്ചാൽ മതി, നല്ല ഡൈജഷൻ ഉണ്ടാവും. നമ്മൾ ഓൺലൈനായിട്ടാണ് ഇത് മെയിൻ ചെയ്യുന്നത്. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി, നമ്മൾ കൊറിയറായിട്ട് എത്തിക്കും. ഓൾ ഇന്ത്യ നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് പ്രിയ. തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ചാലക്കുടിയിലാണ് ഞങ്ങളുടെ സ്ഥാപനം, ചെട്ടിക്കുളം എന്ന് പറയും. അപ്പോൾ മെയിനായിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓയിസ്കോ ഫുഡ്സ് എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര് കേട്ടോ. ഡ്രൈഡ് ബീഫ്, അതായത് ഇടിയിറച്ചി എന്ന് പറയും, ഡ്രൈഡ് മീറ്റ്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ പീസ് പ്രോഡക്റ്റ് ആണ്, ഫ്രൈഡ് ചിക്കൻ മസാല. ഇത് വളരെ നല്ലൊരു ഐറ്റാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ്. എൻ്റെ പേര് ലത. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് പറയുന്നത്. കോട്ടുകൽ പഞ്ചായത്തില് നമ്മൾ സെന്റ് മേരി കുടുംബശ്രീയുടെ അയൽക്കൂട്ടത്തിൽ നിന്നാണ് നമ്മൾ കാർത്തിക ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ഒരു യൂണിറ്റ് ചെയ്യുന്നുണ്ട്. ബനാന ചിപ്സ്, ബനാന പൗഡർ, ജാക്ക് ഫ്രൂട്ടിൻ്റെ ചിപ്സ്, മധുരക്കിഴങ്ങിൻ്റെ അത്, സ്വീറ്റ് പൊട്ടാറ്റോ, ഇങ്ങനെയുള്ള വിവിധ തരം വെറൈറ്റി ചിപ്സുകളൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ചെയ്തു വരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കണ അത് പോയിട്ട് നമ്മളുടെ എക്സിബിഷൻ സ്റ്റാളുകളിലെല്ലാം പോയി കൊടുക്കാറുണ്ട്. മാർക്കറ്റ് ചെയ്യണത് നമ്മൾ സപ്ലൈകോയ്ക്ക് ചെയ്യുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ, അഗ്രോ ബസാർ തിരുവനന്തപുരം, ഇവിടെ ബേക്കറികളിലൊക്കെ കൊടുക്കുന്നുണ്ട്. പാഴ്സൽ അയച്ചു കൊടുക്കും. ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് ഓർഡർ കിട്ടിയാൽ നമ്മൾ ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഡൽഹിയൊക്കെ നമ്മൾ പോയി ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന വ്യവസായ വകുപ്പിൻ്റെ ഒരു സ്റ്റാളുണ്ടെന്ന് സാറ് വിളിച്ച് പറഞ്ഞ്, അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നെത്തിയത്. ഇവിടെ നല്ല സ്റ്റാള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ജോർജ്, MK ജോർജ് എന്നാണ്. ഞങ്ങൾ ഒരു 7 പേര് കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ പറവൂർ സൈഡ്, ചേന്നാമംഗലം, ചെറായി, അങ്ങനെ അത്രയും കവറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്ഥലത്തേക്ക് കുറച്ച് ചെയ്തു വരുന്നു. അപ്പോൾ ഞങ്ങൾ റിട്ടയർ ആയ ആൾക്കാർ കുറച്ച് പേര് കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് NTPC എംപ്ലോയിയും പിന്നെ അവിടെ വർക്ക് ചെയ്ത ആൾക്കാരും പിന്നെ കുറച്ച് വേറെ 2-3 പേരും കൂടി ഒന്നിച്ചാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും ഒരു റിട്ടയർ ആയ ആൾക്കാരെന്ന് പറയാം. അത് ഒരാൾ മാത്രമേ റിട്ടയർ ആവാത്തുള്ളൂ, ബാക്കി എല്ലാവരും റിട്ടയർ ആയ ആൾക്കാരെ ഒരു സംരംഭമാണ്. അപ്പോൾ പ്രായ കാലത്ത് എന്തെങ്കിലും എല്ലാവർക്കും കൊണ്ടും ഒന്നിച്ചിരുന്ന ഒരു ശരിയവർ ഇത് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്തത്. ആ ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കും, അതിനു വേണ്ടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിംഗ് ഒരുവിധം സ്ട്രീമായിട്ട് വരുന്നുള്ളൂ. എന്നാലും ഇപ്പോൾ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1000-1200 പാക്കറ്റ് പാലിപ്പോൾ കൊടുക്കുന്നുണ്ട് 1.5 മാസം കൊണ്ട്. അതൊരു നല്ല ഒരു ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനിയും അത് നന്നായിട്ട് വികസിപ്പിക്കാനായിട്ട് ബാക്കിയുള്ള ഏരിയയിലും ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഉൽപ്പന്നങ്ങൾ പാലുണ്ട്, സംഭാരം, ലസ്സി, നെയ്യ്, പനീർ, വെണ്ണ, ഫ്രൂട്ട്സ്, യോഗട്ട്, ഫ്ലവേഡ് മിൽക്ക്, തൈര്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഐറ്റംസ്. ഇത് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ പിന്നെയും കുറച്ച് പുതിയ ഐറ്റംസ് ഞങ്ങൾ വേണമെന്നുള്ള പരിപാടിയിലാണ് തുടങ്ങിയിരിക്കുന്നത്.
അത് ഇനി ഇതിന്റെ മാർക്കറ്റിംഗ് അനുസരിച്ച് അടുത്ത ഇതിലേക്ക് പോകും. പിന്നെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എന്ന് വെച്ചാൽ ഞങ്ങൾ ലോണൊന്നും എടുത്തില്ല, ഞങ്ങൾ ലോണൊന്നും എടുത്തില്ല. അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും ഫെസിലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഈ ഇതിൽ വന്നത്, സ്റ്റോൾ എടുത്ത് വന്നത്. ഒരു മാർക്കറ്റിംഗ് ആൾക്കാർക്ക് അറിഞ്ഞ് അവർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് ജോളി. ഞങ്ങൾ വരുന്നത് കണ്ണൂർ ജില്ല തളിപ്പറമ്പ് താലൂക്ക് ആലക്കോട് നിന്നാണ് കൊണ്ടുവരുന്നത്. അമ്മ ഹണി എന്നുള്ളതാണ് എൻ്റെ യൂണിറ്റിൻ്റെ പേര്. 57 വർഷമായി ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. ഈ സർക്കാരിൻ്റെ പല പല ആനുകൂല്യം, ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എക്സിബിഷൻ സ്റ്റാളുകൾ അനവധി കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സാധനങ്ങൾ ഇഷ്ടംപോലെ വിൽക്കാൻ പറ്റുന്നുണ്ട്, നല്ല വിലയും കിട്ടുന്നുണ്ട്. എനിക്കിതിൽ നന്ദി പറയാനുള്ളത് സർക്കാരിനോട് തന്നെയാണ്. ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ചെറിയ സംരംഭകരെ ഇപ്പം നല്ല രീതിയിലായി കഴിഞ്ഞു, നല്ല പേര് ഉണ്ട്. നല്ല ഇത് സ്റ്റാൾ കഴിഞ്ഞാലും പിന്നെ നമുക്ക് നന്നായിട്ട് ഓർഡർ കിട്ടുന്നുണ്ട്. അതാണ് ഈ സ്റ്റാളിങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണം. നല്ല പേരാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല തേൻ ഞങ്ങളുടെ കർഷകൻ തന്നെ, ഞാൻ 57 വർഷമായ കർഷകനായതുകൊണ്ട് നല്ല ശുദ്ധമായ തേനാണ് നൽകുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. നല്ല രീതിയിൽ പോകുന്നു, കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. എൻ്റെ പേര് രസിത എന്നാണ്. എൻ്റെ ബ്രാൻഡ് നെയിം വരുന്നത് ഇന്നസ് പിക്കിൾസ്, തീരദേശത്തിൻ്റെ തനത് രുചി, അതാണ് എൻ്റെ ടാഗ് ലൈൻ വരുന്നത്. 50 പരം വെറൈറ്റീസ് പിക്കിൾസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. വെറൈറ്റി നോണിലും വെജിലും വെറൈറ്റീസ് ഉണ്ട്. നോണിൽ ഇപ്പോൾ എന്താ പറയുക, ഞണ്ട്, ചെമ്മീൻ, കൂന്തൽ, അതുപോലെയുള്ള സ്രാവ്, അങ്ങനെ വരുന്ന വെറൈറ്റീസ് ഉണ്ട്. വെജിലാണെന്നുണ്ടെങ്കിൽ ശതാവേരി, അതുപോലെ ജാതിക്ക, അങ്ങനെയൊക്കെ വരുന്ന കപ്പലണ്ടി, അങ്ങനെയുള്ള വെറൈറ്റീസ്. പിന്നെ സാധാ ഉള്ള എല്ലാ പിക്കിൾസുകളും ഉണ്ട്. പിന്നെ ഞാനൊരു 4 വർഷമായി സംരംഭം തുടങ്ങിയിട്ട്. സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്, വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ നമ്മൾ വ്യവസായ വകുപ്പിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഓൺ പ്രൊഡക്റ്റ് ആണ് അത്. നമ്മൾ അത്രയും കെമിക്കൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. അത്രയും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇല്ലൂസ് എന്നുള്ള ബ്രാൻഡ്. അതാണ് തീരദേശത്തിൻ്റെ തനത് രുചി എന്നുള്ള ടാഗ് ലൈൻ തന്നെ പോലെ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. മെഷീനറീസും മറ്റും വാങ്ങാൻ ഒത്തിരി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത്. പക്ഷെ നമ്മൾ അതുമായിട്ട് ചെല്ലുമ്പോൾ നമ്മൾക്കതൊന്നും കിട്ടാറില്ല പല പല കാരണങ്ങളാൽ. ഇപ്പോൾ PMFE ആണെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് തലം, ബ്ലോക്ക് തലത്തിലുള്ള പ്രൊജക്റ്റുകളാണെങ്കിലും എല്ലാം നമ്മുടെ കൈകളിലേക്ക് എത്താറില്ല. ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടും ഒക്കെ അത് നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അത് സത്യസന്ധമായ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അത് അവരുടെ കൈകളിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം അത് കൂടുതലും സബ്സിഡിയോട് കൂടി വരുന്ന ലോണുകളൊന്നും ബിസിനസ് നല്ല രീതിയിൽ ചെയ്യുന്നവർക്കല്ല കിട്ടുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ചിലപ്പോൾ 1-2 പേർക്ക് കിട്ടുള്ളൂ. അത് നല്ല രീതിയിൽ ചെയ്യുന്നവർക്കല്ല കിട്ടുന്നത്, മറ്റുള്ളവർക്കായിട്ടാണ് അത് പോകുന്നത്. എൻ്റെ പേര് ധന്യ. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഹേന ഹണി വെഞ്ചർ എന്നാണ്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം പൊന്മുള എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം 2-2.5 വർഷമായി. പക്ഷെ ബ്രാൻഡ് ചെയ്ത് നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റിയിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഹണി മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഹണിയുടെ കോളനി വെച്ചിട്ടുണ്ട്. പ്രോസസ്സിങ് യൂണിറ്റ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഈ എക്സ്പോയിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു അടുത്ത ലെവലോട്ട് കൊണ്ടുപോവുക. എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലൂടെ നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക. പിന്നെ പുതിയതായിട്ട് കുറച്ച് കസ്റ്റമേഴ്സിനെ ഇപ്പം തന്നെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഇനി പരിചയപ്പെടുക. പുതിയ ഡീലേഴ്സ്, വലിയ വലിയ കമ്പനീസ് ആയിട്ട് ഒരു ഡീല് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. എൻ്റെ പേര് റോയി എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തു നിന്നാണ്. സംരംഭം തുടങ്ങിയിട്ട് 1.5 വർഷമായി. നല്ല രീതിയിൽ തന്നെ പോകുന്നത്. വാക്യൂം ഫ്രൈഡ് പ്രോഡക്ട്സ് ആണ്. നമ്മൾ അധികം ചൂടാകാതെ, എണ്ണ ചൂടാകാതെ അതിൻ്റെ പല പല ഐറ്റംസ് ഉണ്ട്. ഏത്തപ്പഴം, ചക്കപ്പഴം, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, വെണ്ടയ്ക്ക, പാവയ്ക്ക, അതേപോലെ തന്നെ മത്തങ്ങ, പിന്നെ മധുരക്കിഴങ്ങ്, ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ വാക്യൂം ഫ്രൈ ചെയ്ത് അതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ, എണ്ണ കരിയാതെ, അതായത് ക്യാൻസറുള്ള അസുഖങ്ങൾ ഇപ്പോൾ കൂടുതലും വരുന്നത് എണ്ണ കരിഞ്ഞുണ്ടാകുന്ന പ്രശ്നമുണ്ടാകും. ഇത് അങ്ങനെ എണ്ണ കരിയാതാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് യാതൊരുവിധ ദോഷഫലങ്ങളുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുട്ടികൾക്ക് നമ്മൾ മറ്റ് ഫുഡ് കൊടുക്കുന്നതിനൊപ്പം തന്നെ ഇതും ഓരോ പാക്കറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക്
അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റുള്ള ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും. എൻ്റെ പേര് ഇർഫാൻ. ഞാൻ മലപ്പുറം കോട്ടക്കൽ നിന്നാണ് വരുന്നത്. നമ്മളെ ബ്രാൻഡിന്റെ പേര് എലാറ്റോട്ട് എന്നാണ്. മെയിൻലി ബേബി ഫുഡുകളാണ്, നാച്ചുറൽ ആയിട്ടുള്ള ബേബി ഫുഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ 32 ഐറ്റം ബേബി ഫുഡുകളുണ്ട്. അതിൽ 6 ഐറ്റം ഇൻസ്റ്റന്റ് ഫുഡുകളാണ്. ലൈക്ക് സെർലാക്ക് പോലെ ജസ്റ്റ് ഹോട്ട് വാട്ടർ മാത്രം ആഡ് ചെയ്താണത്. ഇത് നമ്മൾ കൂടുതൽ റോ മെറ്റീരിയൽസ് എടുക്കുന്നത് ഡയറക്റ്റ് കർഷകർ എടുക്കുന്നതാണ്. അത് നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുന്നതാണ്. നമുക്ക് ഏകദേശം ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു. മെയിൻലി നമ്മൾ ഓൺലൈനിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് ആയിട്ട് കോട്ടക്കലും തിരൂരും ഔട്ട്ലെറ്റുകളുണ്ട്. എൻ്റെ ഉമ്മയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത്. ഉമ്മയാണ് ഇതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ എടുത്തുള്ളത്. ഇവിടെ മെയിൻലി നമ്മൾ ഈ പറഞ്ഞ പോലെ കേരള അഗ്രോ എക്സിബിഷൻസ് വാല്യൂ ആയിട്ടൊരു പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു പ്രൊഡക്റ്റ് അതിൽ ഭാഗമാവുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ ഈ 2-2.5 വർഷത്തിന് ശേഷം ഏകദേശം 8-9 എക്സിബിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഒന്നും കൂടെ ഇതിൽ പ്രൊമോഷൻ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് ഈ പറഞ്ഞ പല രീതിയിലും ഇപ്പോൾ എക്സിബിഷൻസും ഒക്കെ ആളുകൾ അറിയുന്നില്ല.